ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമുക്ക് മീൽസ് പേജിനകത്ത് നമുക്ക് മീൽസിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മീൽസ് ലിസ്റ്റ് റിട്രീവ് ചെയ്ത് എടുക്കുന്നത്. സോ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യം നമുക്ക് ബെറ്റർ SQLite 3 എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ആക്ച്വലി SQLന്റെ ലൈറ്റ് വെർഷൻ ആണ്. അതായത് ചെറിയ പ്രോജക്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ വലിയ പ്രോജക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഡേറ്റാബേസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പോസ്റ്റ്ഗ്രേം, അതുപോലെ മോങ്കോ DB അങ്ങനത്തെ ഉള്ള ടൂൾസ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ചെറിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ SQLite വെർഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഈ കമാൻഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ആ കമാൻഡ് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മോഡ്യൂൾ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ initdbക്കകത്ത് initdb.js എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതിനകത്തായിരിക്കും നമ്മളുടെ ഡമ്മി ഡേറ്റ ഇവിടെ കിടക്കുന്നത്. സോ ഈ ഡമ്മി ഡേറ്റ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ചങ്ങ് ഡേറ്റാബേസിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കും. അതിൻ്റെ കോഡാണ് ഈ initdb.js ഫയലിനകത്ത് ഇരിക്കുന്നത്. സോ ഇത് ജാവാസ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡേറ്റാബേസ് റിട്രീവ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ബെറ്റർ SQLite 3 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ SQL എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യും. DB എന്ന് പറയുന്നത് നമ്മുടെ meals.db ആണ്. മീൽസ് എന്ന് പറഞ്ഞ നെയിം ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഡമ്മി ഡേറ്റ. ഡമ്മി ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഓരോ അറേ ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഇഷ്ടം പോലെ ഫീൽഡ് ഉണ്ട്. ടൈറ്റിൽ, സ്ലഗ്, ഇമേജ്, സമ്മറി. സോ ഇത്രയും ഫീൽഡ്സ് വേണം നമുക്ക് ഡേറ്റാബേസിന്റെ ടേബിളിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫീൽഡ് ഇതേ സെയിം ഫീൽഡ്സ് വേണം നമുക്കവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ db.prepare എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതും. അതിനകത്ത് നമ്മുടെ SQL ക്വറി ആയിരിക്കും ഇവിടെ എഴുതുന്നത്. അവിടെ ക്രിയേറ്റ് ടേബിൾ ഇഫ് നോട്ട് എക്സിസ്റ്റ് മീൽസ്, അതായത് മീൽസ് എന്ന് പറഞ്ഞ ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇതിന് പല ഫീൽഡ്സ് ആണ് നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. ID, സ്ലഗ്, ടൈറ്റിൽ, ഇമേജ് എന്ന് പറഞ്ഞ ഫീൽഡ്. അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് init ഡേറ്റ ഫംഗ്ഷനകത്ത് നമ്മൾ stmt എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് നമ്മൾ db.prepareൽ അതിനകത്ത് നമ്മൾ പിന്നെയും ഒരു കൊറി എഴുതും. ആ കൊറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഡമ്മി ഡേറ്റ ആ ടേബിളിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. ആ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഫോർ ലൂപ്പ് വെച്ച് ചെയ്യും. ഡമ്മി മീൽസിനെ ഫോർ ലൂപ്പ് ചെയ്ത് stmt.run ഓരോ ഒബ്ജക്റ്റിനെ പിടിച്ച് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യും. അതായത് ടേബിളിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഇനി ഡേറ്റ വെച്ചിട്ട് റൺ ചെയ്യും. അപ്പോൾ റൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു DB ഉണ്ടായി വീഴും. അപ്പോൾ അത് ഉണ്ടായി വീഴണമെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫയലിനെ പിടിച്ച് റൺ ചെയ്യണം. അതിന് നോഡ് initdb.js init.db.js ഓൾറെഡി ഞാൻ റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ meals.db ഞാനിത് ഡിലീറ്റ് ചെയ്തോളാം. ഇനി DBക്കകത്ത് ഓക്കെ, അത് ഓൾറെഡി ഇവിടെ DB ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ meals.dbക്കകത്ത് നമുക്കിവിടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വന്ന് വീഴും. അതാണ് നമ്മുടെ മെയിൻ പ്രോജക്റ്റ് ഫോൾഡറിനകത്ത്. ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇതിനകത്ത് ഡേറ്റാസ് ഉണ്ട്. സോ ഈ ഡേറ്റാസ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ മീൽസിന്റെ ഫോൾഡറിനകത്തോട്ട് പോയിട്ട് page.tsx എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ഫയലിനകത്ത് നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് ഡേറ്റ വെച്ച് റിട്രീവ് ചെയ്യാൻ പറ്റും. അതായത് ഫെച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ യൂസ് എഫക്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് Next.js ആണ്, സെർവർ സൈഡ് റെൻഡറിങ് കോമ്പോണന്റ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ യൂസ് എഫക്റ്റും അതുപോലെ തന്നെ യൂസ് സ്റ്റേറ്റ് ഒക്കെ എല്ലാം ക്ലയൻറ്റ് സൈഡിൽ മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റൂ. അത് വേണമെങ്കിൽ നമുക്കിത് കൺവേർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഇവിടെ സെർവർ സൈഡ് റെൻഡറിങ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ പോർഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അതങ്ങ് ക്ലയൻറ്റ് കോമ്പോണന്റ് ആയിട്ട് മാറും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസ് എഫക്റ്റും നമുക്ക് അത് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഞാനിവിടെ ഒരു മെയിൻ ഫോൾഡറിനകത്ത് തന്നെ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ meals.tsx എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിനകത്ത് നമ്മൾ ബെറ്റർ SQLiteനെ SQL വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് അത് DB എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നമ്മൾ meals.dbനെ പിടിച്ചങ്ങ് എടുക്കും.
കാരണം ഇതിന്നായിരിക്കും നമ്മുടെ ഡേറ്റ മൊത്തം ഇരിക്കുന്നത്. സോ ഡേറ്റാബേസ് നമ്മളൊരു വേരിയബിളിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ എക്സ്പോർട്ട് അസിങ് ഫംഗ്ഷൻ ഗെറ്റ് മീൽസ് ഡേറ്റ എന്ന് പറഞ്ഞാണ് ഫംഗ്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് db.prepare എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്വറി പറഞ്ഞ് എഴുതണം. db.prepare ബ്രാക്കറ്റിനകത്ത് നമ്മളുടെ ക്വറി ആയിരിക്കും സെലക്ട് സ്റ്റാർട്ട് ഫ്രം മീൽസ്. സോ മീൽസ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് എല്ലാം ഡേറ്റ എടുത്തുകൊണ്ട് വരാം. സോ അതുകൊണ്ടാണ് .all എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു അറേ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ ഒരു പ്രോമിസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാബേസ് എന്നുള്ള ഡേറ്റ എപ്പോഴാണ് നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡേറ്റാബേസ് എന്നുള്ള വാല്യൂ ചിലപ്പോൾ കിട്ടത്തില്ല. അതായത് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ 1-2 സെക്കൻഡോ അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ ഇതൊരു അസിങ് ഫംഗ്ഷൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ അസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഞാൻ അവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോമിസിനകത്ത് ഞാൻ അവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 സെക്കൻഡ്, ഓക്കെ, 2 സെക്കൻഡിന് ഞാനിവിടെ അവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 2 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റൂ. സോ ഈ ഗെറ്റ് മീൽസ് ഡേറ്റ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. അതായത് മീൽസ് ഫോൾഡറിനകത്ത് പേജ് tsxൽ ഗെറ്റ് മീൽസ് ഡേറ്റ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് അറ്റ് ഡേറ്റ മീൽസ് എന്ന് പറഞ്ഞു. സോ ഇതൊരു അസിങ്ക്രോണസ് ഫംഗ്ഷൻ ആണ്. സോ നമ്മളിവിടെ അവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇവിടെ നമ്മൾ അവൈറ്റ് കൊടുക്കണം. സോ ഇവിടെ ഒരു എറർ കാണിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ അസിങ്ക് ഫംഗ്ഷൻ അല്ല. ഈ മീൽസ് പേജ് എന്ന് പറഞ്ഞാൽ അസിങ്ക് ഫംഗ്ഷൻ അല്ല. സോ നമ്മളിവിടെ അസിങ്ക് ആക്കണം. അസിങ്ക് ആക്കിയിട്ട് നമുക്കിവിടെ അസിങ്ക് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവൈറ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാനിവിടെ കോൺസ്റ്റ് ഒരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ മീൽസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാനിവിടെ ഈ empty array മാറ്റിയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ട് പിടിച്ച് റൺ ചെയ്യും. സോ ഇതിനകത്ത് നമുക്ക് മീൽസിന്ന് നമുക്ക് ഈ ഗെറ്റ് മീൽസ് ഡേറ്റയ്ക്കകത്ത് നമുക്ക് ആ മീൽസ് ഡേറ്റ നമുക്കിവിടെ കിട്ടും. നമ്മളിവിടെ സേവ് ചെയ്തിട്ട് ഓക്കെ. സോ നമ്മളിവിടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ആക്ച്വലി നമ്മൾ മീൽസ് ഡേറ്റ നമ്മുടെ ഡേറ്റാബേസ് എന്നുള്ള വാല്യൂസ് ആണ് ഇതിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഈ മീൽസ് ഫോൾഡർ, അതായത് കോമ്പോണൻസിനകത്ത് മീൽസ് ഫോൾഡറിനകത്ത് മീൽ ഗ്രിഡിനകത്ത് ഇവിടെ ഞാൻ ക്ലാസ് നെയിം കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റിട്ടേൺ, ഇവിടെ ഞാൻ കേർലി ബ്രേസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. അത് മാറ്റിയിട്ട് നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് വേണം ഇടാൻ. കാരണം ഇത് റിട്ടേൺ ചെയ്യുന്നില്ലായിരുന്നു എല്ലാ എലിമെന്റ് റിട്ടേൺ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡേറ്റാബേസ് എന്നുള്ള വാല്യൂസ് ഇവിടെ കാണിക്കും. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ബൈ.